ഇത്രയധികം പിണറായി വിജയന്റെ ഇത്രയും ശക്തമായ പോലീസ്, കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസേഴ്സ് ആണ്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫീസേഴ്സ് എന്ന് അവകാശപ്പെടുന്ന പോലീസ് ഇത്രയൊക്കെ മുങ്ങി തപ്പിയിട്ടും എന്തുകൊണ്ടായിരിക്കും രാഹുലിനെ കണ്ടുപിടിക്കാത്തത്? അത് മനസ്സിലായില്ല അല്ലേ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ? സംശയമുണ്ട്. ഇത് കേരള പോലീസ്, ഇത് രാഹുൽ. കാരണം നമുക്ക് കേരള പോലീസിന് മുന്നേ രാഹുൽ ചെറുതാണ്, നമ്മുടെ പോലീസാണ് ഏറ്റവും മികച്ച പോലീസ്. ഇത് കേരള പോലീസ്, ഇത് പണ്ട് നവീൻ ബാബുവിനെ നാക്കുകൾ കൊണ്ട് കൊന്ന PP ദിവ്യ ഓർമ്മയുണ്ടോ? ദിവ്യ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വരും, പിന്നെ പഞ്ചായത്തിൽ ഒന്ന് പിന്നെ രാജിക്കത്ത് കൊടുക്കും. അപ്പൊ വിളിച്ചു പറയും ദിവ്യ പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വരുന്നില്ല. ഏത് ദിവ്യ? ഞങ്ങൾക്കറിയില്ല, പിന്നെ വിളിക്കാം. ദിവ്യ പോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസ് അവിടെ വരും. ദിവ്യ പോയല്ലോ, ഇനി പിടിക്കണ്ടല്ലോ, കാരണം പിടിച്ചു കഴിഞ്ഞാൽ പോപ്പി പോകും. അപ്പൊ അതുപോലെ പിണറായിയുടെ കർശനമായ ഓർഡർ ഉണ്ട്, പിടിക്കരുത്, കൈ കിട്ടിയാലും പിടിക്കരുത്. അപ്പൊ പോലീസ് ഇവിടെ നിൽക്കുന്നത്, രാഹുൽ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ രാഹുലിന്റെ അടുത്തേക്ക് പോലീസ് പോകുമ്പോ ഇവിടെ എത്തുമ്പോ പോലീസ് ഇങ്ങനെ തിരിയും. കാരണം ഇവിടെ പിടിച്ചു കഴിഞ്ഞാ ശബരിമല വിഷയ ആളുകൾ സംസാരിക്കില്ലേ? പിണറായിയുടെ ജനവിരുദ്ധ കാര്യങ്ങൾ ആളുകൾ സംസാരിക്കില്ല. നിങ്ങൾ എന്ത് വികസനം തന്നു എന്ന് ചോദിക്കില്ലേ? 2500 പെൻഷൻ തരാന്ന് പറഞ്ഞിട്ട് എന്തിന് 1600 വീണ്ടും കുറച്ചു. എന്തുകൊണ്ട് അതില് നിന്നൊന്ന് ചോദിക്കൂലേ? ഇനി എന്തിന് നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ചോദിക്കില്ല. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് മറുപടി ഇല്ല. അപ്പൊ സർക്കാർ വിചാരിച്ചു എവിടെയെങ്കിലും ഒരു ഗർഭമുണ്ടോ അന്വേഷിച്ചു. ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരെല്ലാം, CPM അനുകൂല മാധ്യമ പ്രവർത്തകരെല്ലാം രാവും പകലുമില്ലാതെ ഫോണെടുത്ത് അറിയാവുന്നവരെയൊക്കെ വിളിക്കുകയാണ്. നിങ്ങളെ രാഹുൽ ഗർഭം ഉണ്ടാക്കിയോ, നിങ്ങളെ രാഹുൽ ഗർഭം ഉണ്ടാക്കിയോ, നിങ്ങളെ രാഹുൽ ഗർഭം ഉണ്ടാക്കിയോ, അങ്ങനെ ഗർഭം ഉണ്ടാക്കിയോ എന്ന് വിളിച്ചു വന്നപ്പോ ഏതോ 1-2 ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മതി, കിട്ടിയത് മതി. ഉള്ള മറ്റേ വീഡിയോ ഇതെല്ലാം എടുത്തു, റെക്കോർഡിംഗ് എല്ലാം എടുത്തു. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ്, ഇതാ ഞങ്ങൾ പുറത്തുവിടുന്നു ബിഗ് ബ്രേക്കിംഗ്. പിണറായി വിജയന്റെ ആശ്വാസം. ഇനി ഈ ബിഗ് ബ്രേക്കിംഗ്, കാരണം ആളുകൾക്ക് ഈ മലയാളിയുടെ, ഇപ്പൊ നമ്മളായാലും അങ്ങനെ, മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, നമ്മളെ വീട്ടിൽ കറണ്ട് പോയി, നമ്മൾ ആദ്യം ചിന്തിക്കുന്ന KCBയിൽ വിളിക്കാനായിരിക്കില്ല, അപ്പുറത്തെ പപ്പേണ്ണന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്ക്. പപ്പേണ്ണന്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ സമാധാനം. ഇനി നമ്മൾ ആദ്യം എടുത്ത് KCB ആണ് വിളിക്കുന്നത്, നമ്മൾ വിളിക്കൂല. പപ്പേണ്ണന്റെ വീട്ടിൽ കറണ്ട് ഇല്ല, എന്നാ സമാധാനം, എന്നാ നമ്മളെ കുഴപ്പമില്ല, പതുക്കെ വരട്ടെ എന്ന് നമ്മൾ. അതുപോലെയാണ് ഇതൊന്നും വരരുത്, ഈ പ്രശ്നങ്ങളൊന്നും വരരുത്. രാഹുലിന്റെ ഗർഭം 5-6 പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറയുന്നു, എന്നാ അത് അതിജീവിതമാ. ഞാനൊരു ഉദാഹരണം പറയാം. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ, ആളെ പേരും ഡീറ്റെയിൽസ് ഒന്നും പറയില്ല. കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുടെ അമ്മയാണ് ഇര. കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുടെ അമ്മയാണ് ഇര. അപ്പൊ ഈ ഇര എന്നോട് വന്നിട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനോടൊപ്പം കിടക്ക പങ്കിടാൻ പോയി. അപ്പൊ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ പോയത്, എന്തിനാ, തെറ്റാണെന്ന് അറിയാമെങ്കിൽ എന്തിനാ പോയത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് അയാള് കൂടെ കിടക്കാൻ ചെന്നില്ലെങ്കിൽ അയാള് ഗുളിക കഴിച്ച്